ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനത്തെ മനസ്സിൽ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. വചനം മാംസമായി അവതരിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്തുമസ്. സത്യത്തിൽ ഈ വചനം മാംസമായി ധരിച്ച ക്രിസ്തുവിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ക്രിസ്തുവിൻ്റെ ഭാവിയിലേക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ഭാവി എന്താണെന്ന്. ഈ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ജീവിക്കേണ്ടത് എന്ന്. ക്രിസ്തു നമുക്ക് ദൈവികമായിട്ടുള്ള സാന്നിധ്യം, ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ അടുത്തേക്ക് വന്നതിൻ്റെ ആനന്ദം, അത് ആ ഒരു ആനന്ദം ഹൃദയത്തിൽ നിറയുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ ആനന്ദം എളുപ്പത്തിൽ കൊടുക്കാൻ നമ്മൾ അനുഗ്രഹീതരായിട്ട് മാറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പൂജ രാജാക്കന്മാർ അവർ ക്രിസ്തുവിനെ കാണാൻ കാലിത്തൊഴുത്തിലേക്ക് നടന്നു വരുന്നുണ്ട്. അവർ വന്നിട്ട് നക്ഷത്രം കണ്ടിട്ട്, നക്ഷത്രം വഴി കാണിച്ചതൊക്കെ അനുസരിച്ച് അവർ വന്നു. അതിനുശേഷം തിരിച്ചു പോകുന്നത്, കാഴ്ച സമർപ്പണമൊക്കെ നടത്തിയിട്ട് അവർ തിരിച്ചു പോകുന്നത് വേറെ ഒരു വഴിയിലൂടെയാണ്, പുതിയ ഒരു വഴിയിലൂടെയാണ് ജ്ഞാനികളായ ആ 3 സഹോദരന്മാരും യാത്ര തിരിക്കുക. വന്ന വഴിയിലൂടെയല്ല, പുതിയ വഴിയിലൂടെ. ഇന്നത്തെ ദിവസം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരൊക്കെ തിരഞ്ഞെടുത്ത പുതിയ വഴിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. പുതിയ വഴികൾ. ആര് ക്രിസ്തുവിനെ കാണുന്നുവോ അവർക്കുള്ളതാണ് പുതിയ വഴി. ആര് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ മനസ്സാകുന്നു അവർക്കൊരു പുതിയ വഴി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടൊരു പുതിയ വഴി. പഴയതുപോലെയല്ല, വന്ന വഴിയല്ല, പുതിയൊരു വഴി. ക്രിസ്തുവിനെ അറിയുന്നവർക്കൊക്കെ സമ്മാനിക്കുന്നതാണ്, ഏറ്റവും വലിയൊരു സമ്മാനമാണത്. പുതിയ വഴി കർത്താവ് നമുക്ക് തരികയാണ്. ഇറ്റലിയിലെ ഓസ്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു യുവാവ്, വളരെയധികം കഴിവുകളും സാധ്യതകളും സന്തോഷങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ ക്രിസ്തുവിനെ അറിഞ്ഞ അന്ന് മുതൽ തീരുമാനിച്ചു, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ ത്യജിച്ചിട്ട് ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ ഇറങ്ങുകയാണ്. വീട്ടിൽ ചോദിച്ചു, അപ്പച്ചൻ പറഞ്ഞു പറ്റുകയില്ല, നിന്നെ വിടുകയില്ല. ഈ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ വളരാൻ തുടങ്ങി. ഒരുപാട് അതിനു വേണ്ടി പരിശ്രമിച്ചു. ഒടുവിൽ ഒരു ദിവസം എന്നാ ചെയ്തെന്നറിയോ, തൻ്റെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു ചെറിയ ബാഗ് പോലെയാക്കി അത് പൊതിഞ്ഞെടുത്ത് ഒരു കഴുതയുടെ പുറത്ത് അതൊക്കെ വെച്ച് അങ്ങ് ഇറങ്ങി നടക്കുകയാണ്. അങ്ങ് പോവുകയാണ്. ഒരു ആശ്രമത്തെ ലക്ഷ്യമാക്കി ഫ്രാൻസിലെ ഒരു ആശ്രമത്തിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ആശ്രമത്തിൽ ജീവിതം ആരംഭിച്ചു. സന്യാസിയായിട്ട് ജീവിക്കാൻ ആരംഭിച്ചു. പിന്നീട് ഇദ്ദേഹം ഇന്ന് ലോകം മുഴുവനും അറിയുന്ന വളരെ പ്രസിദ്ധനായ ഒരു വിശുദ്ധനായ മനുഷ്യൻ, വിശുദ്ധ ആൻസലം. അങ്ങനെയാണ് ഈ വിശുദ്ധ ആൻസലത്തിൻ്റെ ചരിത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആര് ക്രിസ്തുവിനെ അറിഞ്ഞോ അവർക്ക് പുതിയ വഴികൾ, അതുവരെ ഉണ്ടായിരുന്ന വഴികളല്ല, പുതിയ വഴികൾ കർത്താവ് സമ്മാനിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയല്ലേ? നവീകരണത്തിലേക്ക് വരുന്നത് വരെ വേറെ രീതികളിലായിരുന്നു. അതുവരെയും ക്രിസ്തുവിനെ നമ്മൾ കണ്ടിട്ടില്ല, അതുവരെയും ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ അന്ന് മുതൽ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തു ഇന്ന് നിന്നെയും ക്ഷണിക്കുന്നു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ. ക്രിസ്തു നിന്നോടും ആവശ്യപ്പെടുന്നു പുതിയ വഴികൾ തിരഞ്ഞെടുക്കണമെന്ന്. ജ്ഞാനികളായ രാജാക്കന്മാർക്ക് നക്ഷത്രം വഴി കാണിച്ചപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്നും ഇത് ദൈവം കൊടുക്കുന്ന അടയാളമാണെന്നും മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. ഇതൊരു ദൈവിക ഇടപെടലാണെന്ന്, സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ ചിലപ്പം ദൈവം അനുവദിച്ചു തരുന്നത് ഇത് ദൈവത്തിൻ്റെ തന്നെ അടയാളങ്ങളാണെന്ന്, ഇത് ദൈവം തന്നെ സംസാരിക്കുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ജ്ഞാനം ഈ സഹോദരന്മാരിലുണ്ടായിരുന്നു. നമുക്കും വേണ്ടത് ഈ ജ്ഞാനമാണ്. ദൈവിക സംവിധാനങ്ങളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം, ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനുള്ള ജ്ഞാനം. പ്രിയമുള്ളവരെ, നമുക്കത് ചോദിക്കാം. ആ ഒരു ജ്ഞാനം കൊണ്ട് നിറഞ്ഞാൽ പുതിയ വഴികൾ കണ്ടെത്താൻ എളുപ്പമായി. പിന്നെ പുതിയ വഴിയെ ഓർത്ത് സംശയമില്ല, ഇതാണോ വഴി, അങ്ങോട്ടാണോ പോകേണ്ടത്, ഇങ്ങോട്ടാണോ പോകേണ്ടത്, സംശയമില്ല. പിന്നെ നമ്മളങ്ങ് ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇഗ്നേഷ്യസ് ലയോളയെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു സഹോദരൻ വലിയ ആഗ്രഹത്തോടെ ഇഗ്നേഷ്യസ് ലയോള എന്ന സഹോദരൻ്റെ കൂടെ താമസിക്കാൻ, ശുശ്രൂഷിക്കാനൊക്കെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അനുവാദമൊക്കെ കിട്ടണമല്ലോ. ഇവരുടെ ഈശോ സഭ കോൺഗ്രിഗേഷൻ്റെ ജനറൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്
വിയന്നായിൽ നിന്ന് 1000 മൈലുകൾക്ക് അപ്പുറമുള്ള സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. കുറേ അധികം വഴി നടക്കണം. അങ്ങനെ നടന്ന് വിയന്നായുടെ കവാടം കടക്കാൻ പോകുന്ന സമയത്ത് ആ കോട്ടും വലിയ വിശിഷ്ടമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഊരി വേറെ ബാഗിൽ വെക്കുന്നു. ഒരു കഴുത്തിലൊരു മാലയൊക്കെ ധരിച്ച് ഒരു ഭിക്ഷക്കാരൻ്റെ പോലെ, യാചകൻ്റെ പോലെ വസ്ത്രമൊക്കെ ധരിച്ച് പിന്നീട് അങ്ങോട്ട് ഏറ്റവും എളിയവനായിട്ട് നടക്കുകയാണ്. ആദ്യം കണ്ട യാചകന് കയ്യിലുണ്ടായിരുന്ന ആ വസ്ത്രവും കൊടുത്തു. അപ്പോൾ കൈവശം പിന്നെ ഒന്നുമില്ല, എല്ലാം നഷ്ടമായി, എല്ലാം കൊടുത്തു, എല്ലാം മാറ്റിവെച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ചെന്നു, റോമിൽ ചെന്നു. അനുവാദം പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ അനുവാദമൊക്കെ കിട്ടി. പിന്നെ അങ്ങ് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ സ്വന്തമായിട്ട് തീർന്നിട്ട് ഈ സഹോദരൻ ജീവിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചു, മരിച്ചു. ഇതാ വിശുദ്ധനായി, വിശുദ്ധ സ്റ്റനിസ്ലാവോസ് കോസ്കോ എന്ന് പറയുന്ന വിശുദ്ധനായിട്ട് മാറുകയാണ്. ആര് യേശുവിനെ കണ്ടിട്ടുണ്ടോ, ആര് യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ, അവർ ഈശോയുടെ കൂടെ നടക്കാൻ തയ്യാറായിട്ടുണ്ട്. യേശുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവരും യേശുവിനെ സ്നേഹിക്കാൻ മനസ്സ് വെച്ചിട്ടുള്ളവരും അവർ ഈശോയുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അവർ പിന്നെ പുറകിലേക്ക് നോക്കി പതുക്കെ ആവട്ടെ, പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ, അവരങ്ങനെ കരുതിയിട്ടില്ല. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടുള്ളവർ അവരൊരു ഉറച്ച കാൽവെപ്പ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമ്മളത് തന്നെയാണ് കാണുക. വിശുദ്ധ ഗ്രന്ഥത്തിലേക്കൊന്ന് നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സക്കേവൂസ് ഓർക്കുന്നില്ലേ? നല്ലൊരു മനുഷ്യനായിരുന്നു ഇല്ലേ? എത്രയോ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? നല്ല ധനികനായിരുന്നു, നല്ല സമ്പത്തുള്ള മനുഷ്യൻ. ചുമ്മാ ഒന്നും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, എന്തോരം പണിയെടുത്തിട്ടുണ്ടാവും. നല്ലൊരു മനുഷ്യൻ, കഠിനാധ്വാനി. ഈ സഹോദരൻ കുറേ കള്ളത്തരമൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. ഈശോയെ കാണാൻ ആഗ്രഹിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ചീത്ത പ്രവർത്തികൾ, തിന്മയുടെ വഴികൾ, അതൊക്കെ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ കാണുന്നു. കണ്ട സമയം ഈശോ വീട്ടിലേക്ക് വന്നു. കുറച്ച് സമയമൊക്കെ ഇരുന്ന് സംസാരിച്ചു. ഇതാ നമ്മുടെ സക്കേവൂസിൽ മാറ്റമായി. സക്കേവൂസ് പറയാണ്, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാം. ഞാൻ ആരുടെയെങ്കിലൊക്കെ വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കാം. എന്തൊരു മാറ്റമാണ് നോക്ക്. അതുവരെ ഉണ്ടായിരുന്ന സക്കേവൂസ് അല്ല, പിന്നീട് അങ്ങോട്ടുള്ള സക്കേവൂസ് മാറുകയാണ്. മൊത്തം സ്റ്റൈല് മാറി. കണ്ടവർ അത്ഭുതത്തോടെ ചോദിക്കാൻ തുടങ്ങി, ഇത് പണ്ടത്തെ സക്കേവൂസ് ആണോ, ഇത് നമ്മുടെ ആ പഴയ സക്കേവൂസ് ആണോ? അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി. സക്കേവൂസ് മൊത്തം മാറിപ്പോയി. മഗ്ദലന മറിയം ഓർത്ത് നോക്കിയേ, അവൾ ക്രിസ്തുവിനെ കണ്ടപ്പം, ക്രിസ്തുവിനെ അറിഞ്ഞപ്പം പുതിയ വഴിയിലേക്ക് അവളുടെ ജീവിതത്തെ തിരിച്ചു വിട്ടില്ലേ? സമരിയക്കാരിനെ മറക്കാൻ പറ്റുമോ? അവളെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? എത്ര പേരുടെ കൂടെ പോയി, എത്ര സുഖം തേടി യാത്ര ചെയ്തു. എവിടെയെങ്കിലും പോയിട്ട് സന്തോഷം കിട്ടിയോ? എപ്പോഴെങ്കിലും സംതൃപ്തി കിട്ടിയോ? പിന്നെയും ലോകത്തിൻ്റെ മോഹങ്ങൾ കൊണ്ട് അവൾ വശീകരിക്കപ്പെടുകയായിരുന്നില്ലേ? അവളെയും ഈശോ സ്വന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവളെയും ഈശോ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുകയായിരുന്നു. അവളോടും സംസാരിച്ചു. കുറച്ച് സമയത്ത് സംസാരം കൊണ്ട് തന്നെ സമരിയക്കാരി സ്ത്രീ അങ്ങ് മാറിപ്പോയി. പാവം, അവൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ചിട്ട് അവൾ എന്തിനാ വന്നതെന്ന് പോലും പറഞ്ഞു. കൊടമൊക്കെ അവിടെ ഇട്ടിട്ട് അവൾ ഓടിപ്പോയി കണ്ടവരോടൊക്കെ പറയാൻ, ഈശോയെ ഞാൻ കണ്ടു, ഈശോ എന്നോട് സംസാരിച്ചു. ഇത് പറയാൻ വേണ്ടിയിട്ട് അവളിതാ പുതിയ വഴിയിലേക്ക് ഇറങ്ങാൻ. അതുവരെ ആരോടും സംസാരിക്കാത്ത, ആരെയും കാണാൻ ഇഷ്ടമില്ലാത്ത, ഒതുങ്ങിക്കൂടി മനസ്സ് തകർന്നിരുന്നിരുന്ന ഈ സഹോദരി ഇതാ എല്ലാവരുടെ അടുത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എല്ലാവരെയും കാണാൻ ഇറങ്ങി ഓടുകയാണ്. അതുവരെ മനുഷ്യരോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന മകള് വാ തോരാതെ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ. അവൾക്ക് പിന്നെ വാക്കുകൾക്ക് ക്ഷാമമില്ല. അവളങ്ങ് പറയാണ് ഈശോയെക്കുറിച്ച്. അനേകരെ ഈശോയിലേക്ക് നയിക്കുകയാണ്. അതുവരെ ലോകത്തിൻ്റെ സ്വന്തമായിരുന്ന സമരിയക്കാരി ഇപ്പോൾ ഇതാ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറുന്നു. എത്ര സഹോദരങ്ങൾ! സാവൂളിനെ ഓർത്ത് നോക്കിയേ, എന്തേരെ പീഡിപ്പിച്ചു ക്രിസ്ത്യാനികളെ. എത്രയധികം ക്രൂരകൃത്യങ്ങളാണ് സാവൂൾ ചെയ്തത്. എത്രയോ പ്രാവശ്യം സാവൂളിന് സത്യം അറിയത്തില്ലായിരുന്നു, ക്രിസ്തു ആരാന്ന് അറിയത്തില്ലായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവരുടെ വസ്ത്രം സൂക്ഷിക്കാൻ, അതായിരുന്നു നമ്മുടെ സാവൂളിൻ്റെയൊക്കെ ഡ്യൂട്ടി. പക്ഷേ ഈ സാവൂള് ക്രിസ്തുവിനെ കണ്ടെത്തി. ഡമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ വേറെ വഴി കൂടെയാണ് നമ്മുടെ സാവൂള് നീങ്ങിയത്. പൗലോസായിട്ട് മാറി. പൗലോസായി, പിന്നീട് ഒരിക്കലും സാവൂളായിട്ടില്ല. പൗലോസ് പിന്നീട് ഒരിക്കലും സാവൂളായിട്ടില്ല. പിന്നീട് ഒരിക്കലും പഴയ വഴി ഏതാണെന്ന് നോക്കാൻ പോലും പോയിട്ടില്ല. ആ വഴി അവിടെ ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല. ആ വഴി പിന്നീട് എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ അന്വേഷണങ്ങൾ നടത്തിയിട്ടില്ല. പുതിയ വഴിയിലൂടെ മാത്രം യാത്ര തിരിക്കുന്ന പൗലോസിനെ നമ്മൾ കാണുകയാണ്. ഈശോയെ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാ സഹോദരങ്ങളും തിരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. എത്രയോ മാനസാന്തരങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റും കാണുന്നില്ലേ? നമ്മുടെ തന്നെയും ജീവിതം എത്രയോ വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ പലപ്പോഴും ഈശോ തന്നെ മാറ്റി തന്നിട്ടില്ലേ? ഈശോ തന്നെ പലതും എടുത്തു മാറ്റിയില്ലേ? ഈശോയെ കണ്ടറിഞ്ഞ നിമിഷം മുതൽ നമ്മൾ തന്നെ മാറിപ്പോയി, വല്ലാതെ മാറിപ്പോയി. നമ്മുടെ സംസാരമൊക്കെ എത്രയോ ശാന്തമായി, നമ്മുടെയൊക്കെ ഹൃദയം എത്രയോ സ്നേഹം കൊണ്ട് ജ്വലിച്ചു. സത്യമല്ലേ? വിശുദ്ധാത്മാക്കളൊക്കെ
ഈശോ കാണിച്ചു തന്ന അടയാളങ്ങൾ മനസ്സിലാക്കാനും ആ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈശോ കാണിച്ച പുതിയ വഴിയിലൂടെ പോകാനും സന്നദ്ധരായവരാണ്. അവർ നമ്മുടെ മുമ്പിൽ ഇന്നും നക്ഷത്രങ്ങളായിട്ട് നിൽക്കുന്നു. ഈ വിശുദ്ധ ആത്മാക്കളൊക്കെ ഇന്നും നമ്മുടെ മുമ്പിൽ നക്ഷത്രങ്ങളായിട്ട് നിൽക്കുകയാണ്. ഈ നക്ഷത്രങ്ങളെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്, നമ്മൾ കൃപയുള്ളവരാണ്. എങ്ങനെയായിരുന്നു, ഏതൊക്കെ വഴികളാണ് ഈ വിശുദ്ധ ആത്മാക്കൾ അവർ സ്വീകരിച്ചത്? പുതിയ വഴികൾ ഏത് രീതിയിലൊക്കെയുള്ള വഴികളായിരുന്നു അവർ സ്വീകരിച്ചത്? നമുക്കതൊന്ന് കാണാം. ഏതൊക്കെ രീതിയിൽ നമുക്കിന്ന് ഏത് നക്ഷത്രമാണ് കിട്ടുക, ഏത് നക്ഷത്രം ഏത് വഴിയാണ് കാണിച്ചു തരിക അറിയത്തില്ലല്ലോ. ഈ വിശുദ്ധാത്മാക്കൾ കാണിച്ചു തരുന്ന പുതിയ വഴികൾ നമുക്കതൊന്ന് ചിന്തിക്കാം. ഏത് രീതിയിലുള്ള വഴികൾ? അവരാദ്യം തന്നെ ക്രിസ്തുവിനെ മാത്രം ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ്. ഹൃദയത്തിൽ ക്രിസ്തുവിനോട് ചേർന്നൊരു ജീവിതം നയിക്കുകയാണ്. എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ ഹിതം നിറവേറ്റി, ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റി ആ വഴിയിലൂടെ. ചില വിശുദ്ധർ കഠിനമായ ഉപവാസവും പ്രാർത്ഥനയും ത്യാഗപ്രവർത്തികളൊക്കെ ചെയ്യാൻ അവർക്കൊരു മടിയില്ലായിരുന്നു. അവരെത്രത്തോളം തങ്ങളെ തന്നെ, തങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കാവോ അതിന് മുഴുവനും അവർ വിട്ടുകൊടുക്കുകയാണ്. ശരീരത്തെ മുഴുവൻ കർശനമായിട്ട് നിയന്ത്രിക്കുകയാണ്. എന്തിനാണെന്നറിയോ? പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാനാണ്. പഴയ സുഖങ്ങളും പഴയ വഴികളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പുതിയ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഈശോ അവരെ ഒരുക്കുകയാണ്. ഈശോ അവരെ സഹായിക്കുകയായിരുന്നു. പഴയ വഴികൾ നമുക്കിനി വേണ്ട. ഉപവാസം എടുക്കുകയാണ്, ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയാണ്, ഒരുപാട് കഷ്ടതകൾ സ്വയം ഏറ്റുവാങ്ങുകയാണ്. ഒരു സഹോദരൻ, സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സഹോദരൻ ഒരിക്കലും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു അയൺ ബോക്സ് കാണുകയാണ്, തുണി ഒക്കെ തേക്കുന്ന ഒരു അയൺ ബോക്സ്. ഞാൻ ചോദിച്ചാൽ എന്താ ഇങ്ങനെ അയൺ ബോക്സ് കാണുന്നതിൻ്റെ കാരണം എന്താ? ഉടനെ ഈ സഹോദരൻ ഇങ്ങനെ അല്പനേരം പറയാൻ മടിക്കുന്ന പോലെ തോന്നി. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? ഉടനെ പറഞ്ഞു, സിസ്റ്ററെ, ഈ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് എൻ്റെ കയ്യിലൊക്കെ ഞാൻ പൊള്ളിക്കും, കൈയും കാലമൊക്കെ. ഞാൻ പേടിച്ചു പോയി, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണത്, കൈയും കാലമൊക്കെ പൊള്ളിക്കണത്? ഉടനെ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, വല്ലാത്ത ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട് എനിക്ക്. എല്ലായ്പ്പോഴും അല്ല, ചില സമയങ്ങളിൽ അമിതമായ കോപം, അമിതമായിട്ടുള്ള വാശി, പെട്ടെന്ന് പ്രതികരിച്ചു പോകും, പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പോകും. പറയുന്ന വാക്കുകൾ കേൾക്കുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ഞാൻ പറഞ്ഞു പോകും. പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മനസ്സിൽ തോന്നും, ഷോ അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു, ഇതിൽ നിന്നൊരു മോചനം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്ററെ, ഈ ഒരു ശൈലിയിൽ നിന്ന് ഒരു മോചനം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ശരീരത്തെ തന്നെ പീഡിപ്പിക്കുക, എൻ്റെ ശരീരത്തെ തന്നെ നിയന്ത്രിക്കുക. എത്രയോ സഹോദരങ്ങൾ പരിഹാര പ്രവർത്തികളിലൂടെയും തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെയൊക്കെ നിയന്ത്രിച്ചിട്ട് ക്രിസ്തു കാണിച്ചു തന്ന പുതിയ വഴിയിലൂടെ ക്രിസ്തുവിൻ്റെ അതേ ശാന്തതയും ക്രിസ്തുവിൻ്റെ അതേ മനോഭാവവും സ്വന്തമാക്കി മുന്നോട്ട് പോകുന്നു. നമുക്കും പ്രാർത്ഥിക്കണം ഇതേ ശൈലികളൊക്കെ സ്വന്തമാക്കാൻ, ഇതേ പ്രാർത്ഥനയുടെ ആഴങ്ങൾ സ്വന്തമാക്കാൻ. വിശുദ്ധാത്മാക്കൾ പലപ്പോഴും അൾത്താരയെ കെട്ടിപ്പിടിച്ച്, അൾത്താര മാത്രമായിരുന്നു അവരുടെ ആശ്വാസം, അൾത്താരയോട് പറ്റിച്ചേർന്നായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. അവരേത് സമയവും അൾത്താരയുടെ അടുത്ത് വന്ന് മുട്ടുകുത്തിയും നിന്നും ഇരുന്നും ഒക്കെ അൾത്താരയോട് ചുറ്റിപ്പറ്റിയുള്ളൊരു ജീവിതം. അവർ ക്രിസ്തു കാണിച്ചു തന്ന പുതിയ വഴിയിലൂടെയാണ്. അവർ എത്രയധികം വേദനിപ്പിച്ചവരാണെങ്കിലും, എത്ര പ്രാവശ്യം വേദനകൾ സമ്മാനിച്ചാലും എളുപ്പം ക്ഷമിക്കാൻ, എളുപ്പം മാപ്പ് കൊടുക്കാൻ, സാരമില്ലെന്ന് വെക്കാൻ, മറന്നു കളയാൻ അവർക്ക് വളരെ തിടുക്കമാണ്. അവരൊരിക്കലും അത് വെച്ചിട്ട് പിന്നെ പെരുമാറില്ല. എന്നാലും എന്നോട് അങ്ങനെ പെരുമാറിയതല്ലേ, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാൽ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. നെവർ. ഒരിക്കലും അങ്ങനെ ഏറ്റുവാങ്ങിയ അനുഭവങ്ങൾക്ക് ഒരു പ്രതികരണം എന്ന പോലെ വിശുദ്ധാത്മാക്കൾ ചെയ്തിട്ടില്ല. അവർ ഹൃദയത്തിൽ ആഴത്തിൽ ക്ഷമിക്കുമായിരുന്നു. അവർ ഹൃദയത്തിൽ എപ്പോഴും ശാന്തത കൊണ്ട് നടക്കുമായിരുന്നു. ക്രിസ്തുവിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും അവരുടെ ഹൃദയങ്ങളിൽ അവരെപ്പോഴും കാത്തു സൂക്ഷിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ആഴത്തിൽ ക്ഷമ കൊടുക്കുമ്പോഴും വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി കരുണയുടെ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഒക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെ, വിശുദ്ധാത്മാക്കളാകുന്ന നക്ഷത്രങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണ്. പുതിയ വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ചില സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കും. അവരെ യേശുവിന് വേണ്ടിയിട്ട് നേടിയെടുക്കാൻ എന്ത് ത്യാഗവും എന്ത് വിലയും കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഭർത്താവ് വലിയ മദ്യപാനിയാണ്, ഈ സഹോദരനെ നേടിയെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ ബെഡിൽ മുഴുവൻ മെറ്റൽ അങ്ങ് വിതറുകയാണ്. ബെഡ് എടുത്ത് മാറ്റിയിട്ട് ആ പലകയിൽ മുഴുവനും അങ്ങ് മെറ്റൽ വിതറിയിട്ട് അതിൻ്റെ മീതെ ഒരു ഷോൾ അങ്ങ് ഇട്ടിട്ട് ആ ഷോളയിൽ കയറി കിടക്കുകയാണ്. പെട്ടെന്ന് ആര് കണ്ടാലും ബെഡാന്നേ തോന്നത്തുള്ളൂ, അത് മുഴുവൻ മെറ്റൽ പീസസ് ആയിരുന്നു. ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഈ സഹോദരി പറയാം, സിസ്റ്റർ 8 വർഷത്തോളം
ഞാൻ അങ്ങനെയുള്ള മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ മെത്തയിലാണ് കിടന്നത്. 8 വർഷത്തോളം മക്കൾക്ക് ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല, വേറെ ആർക്കും തിരിഞ്ഞിട്ടില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. 8 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു, 8 വർഷത്തോളം പ്രാർത്ഥിക്കേണ്ടി വന്നു. ഒടുവിൽ ഈ മകന് വലിയ മാനസാന്തരമൊക്കെ സംഭവിച്ചു. അദ്ദേഹം കുമ്പസാരിച്ചു, ദൈവ ബലി അർപ്പിക്കാനായിട്ട് വന്നു. ഇവരുമായിട്ട് ഭാര്യയോടും മക്കളോടൊക്കെ ഐക്യത്തിലായി, സ്നേഹത്തിലായി അവരൊന്നിച്ച് കഴിയാൻ ആരംഭിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ചില സമയങ്ങളിൽ പുതിയ വഴികൾ കർത്താവ് നമുക്ക് തരും. അത് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആകുകയല്ല, നമ്മൾ കണക്ക് കൂട്ടുന്ന രീതിയിലാകുകയല്ല. കർത്താവ് തരുന്നൊരു ജ്ഞാനമുണ്ട്. ഇന്ന വഴി തിരഞ്ഞെടുക്കുക, ഇന്ന കാര്യം നീ ചെയ്യുക, ഇന്ന വഴിയിലൂടെ പോയി, ഇന്ന തീരുമാനമെടുക്കുക. കർത്താവ് ഒരു വഴി കാണിച്ചു തന്നാൽ അതങ്ങനെ തന്നെ. പിന്നെ പഴയതിലേക്ക് ഒരിക്കലും പോകുന്നില്ല. മദ്യപാനം നിർത്തിയിട്ടുള്ള ഒരാൾ ഒരിക്കൽ പോലും പിന്നെ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ബീറ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ക്രിസ്മസ് ഒക്കെ അല്ലേ, ന്യൂ ഇയർ ഒക്കെ അല്ലേ, അങ്ങനെ യാതൊരു കോംപ്രമൈസിനും അവർ പോകുകയല്ല. പുതിയ വഴിയാണോ എങ്കിൽ പുതിയ വഴി. ഹെറോദേസിൻ്റെ സ്വരത്തിന് പിന്നെ ചെവി കൊടുക്കുന്നേ ഇല്ല, ലോകത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുന്നില്ല. ലോകം എങ്ങനെ മാടി വിളിച്ചാലും അതിൻ്റെ ഒക്കെ മുൻപിൽ നോ പറയാൻ വലിയ ധൈര്യം കിട്ടുകയാണ്. ചില വിശുദ്ധാത്മാക്കളൊക്കെ സഹിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർത്തിട്ടുണ്ട് അവരൊറ്റയ്ക്കാണെന്ന് ഓർത്തിട്ടുണ്ട്. പക്ഷേ അവർ നമ്മളെക്കാളധികം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്, അവർ നമ്മളെക്കാളധികം ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്, അവർ നമ്മളെക്കാളധികം ദൈവത്തിൻ്റെ ആശ്വാസം സ്വന്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധാത്മാക്കൾ അങ്ങനെയായിരുന്നു. അവരെല്ലാ വേദനകളിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചു. അവരെ ഒത്തിരി ആ ശക്തി നുകർന്നെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില വിശുദ്ധാത്മാക്കളൊക്കെ കൊല്ലപ്പെടുന്ന കണ്ടപ്പോൾ ലോകം വിധി എഴുതി, അവരുടെ ജീവിതം അവസാനിച്ചു, അവരുടെ കഥ തീർന്നു, ഇനി അവരെ കൊണ്ട് ഒരു ഉപകാരമില്ല, അവരുടെ ജീവിതം ഇതാ കഴിഞ്ഞു കിട്ടിയിരിക്കുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർ കൊല്ലപ്പെട്ടതായി നമ്മൾ കാണുന്നുവെങ്കിലും സ്വർഗത്തിലേക്ക് അവരെ ക്രിസ്തു ക്ഷണിച്ചതായിരുന്നു. സത്യമല്ലേ? അവർ സ്വർഗത്തിലേക്ക് ക്രിസ്തു ക്ഷണിച്ചതാണ്. അവർ കർത്താവിൻ്റെ വഴി, പുതിയ വഴി തിരഞ്ഞെടുത്തിട്ട് ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ലോകം എന്തും പറയട്ടെ, ലോകം എങ്ങനെയും വിധി എഴുതട്ടെ, ലോകം ഏത് രീതിയിലും നമ്മളെക്കുറിച്ച് റിമാർക്ക് ചെയ്യട്ടെ, നമുക്കൊന്ന് എളിമപ്പെടാം, പുതിയ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാം. ക്രിസ്തു കാണിച്ചു തരുന്ന പുതിയ വഴി. പൂജരാജാക്കന്മാർ പൊന്ന് മീറ കുന്തിരിക്കും അത് ക്രിസ്തുവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചിട്ട് തിരിച്ചു നടക്കുമ്പോൾ ലോകത്തോട് മുഴുവൻ വന്നിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ അവർ എടുത്ത ത്യാഗവും അവരെടുത്ത പരിശ്രമവും അവർ സമർപ്പിച്ച കഠിനാധ്വാനവും ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ എന്ന് കാണുന്നുവോ, എന്ന് കണ്ടിട്ടുണ്ടോ, അന്ന് മുതൽ ഇനിയുള്ള മിച്ചമുള്ള ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി തന്നെ അവിടുന്ന് കാണിച്ചു തരുന്ന വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേ വഴിയാകണമെന്നില്ല. ചിലർക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിരിക്കാം, ചിലർക്ക് വിശുദ്ധമായ ജീവിതം നയിക്കാനായിരിക്കാം, ചിലർക്ക് കുറേ അധികം സമയം വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിരിക്കാം, ചിലപ്പം ഒരുപാട് സമയം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലപ്പം കൂദാശകൾ ഒരുപാട് അടുക്കൽ സ്വീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് കൂടെ വേണ്ടി കാഴ്ചവെച്ച് ലോകത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനായിരിക്കാം. ഏത് വഴിയാണോ ഈശോ തരിക നമുക്കത് സ്വീകരിക്കണം. കൂദാശകളോടൊക്കെയുള്ള നമ്മുടെ ആഭിമുഖ്യം, അടുക്കൽ കൂദാശകളൊക്കെ സ്വീകരിക്കാൻ ചില വിശുദ്ധാത്മാക്കളൊക്കെ കണ്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും അതിരാവിലെ എഴുന്നേറ്റ് മക്കളെയൊക്കെ കൂട്ടി, ഭർത്താവിനെയൊക്കെ കൂട്ടി ബലിയർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന ഉടനെ മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടണം, എന്നാലും എത്ര കഷ്ടപ്പെട്ടാലും ബലിയർപ്പിക്കാൻ ഓടിച്ചെല്ലുന്ന അനേകം കുടുംബങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ ജീവിതങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ സന്തോഷമുണ്ട് പോലും. എല്ലായ്പ്പോഴും അവരെപ്പോഴും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുമുണ്ട്. ചില സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്, അവരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചിരിക്കും. 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ കുമ്പസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മാവിൽ വരുന്ന കറകളൊക്കെ കഴുകിക്കളഞ്ഞ് എത്രമാത്രം ക്രിസ്തുവിനോട് അടുക്കാവോ, എത്രമാത്രം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാവോ, അത്രയും നീ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നീ പുതിയ വഴിയിലൂടെയാണ്. ഈശോ നിനക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്, പുതിയ വഴിയിലൂടെ സഞ്ചരിക്കണം കേട്ടോ. പുതിയ വഴിയിലൂടെ വേണം പോകാൻ. ഇന്നലെ വരെ നീ സഞ്ചരിച്ചിരുന്ന വഴി ഏതാണെങ്കിൽ അതിനെ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയൊരു വഴിയിലേക്ക്, അത് ക്രിസ്തു തെളിച്ചു തരുന്ന വഴിയായിരിക്കണം, ക്രിസ്തുവിൻ്റെ കയ്യെ പിടിച്ചിട്ടായിരിക്കണം ഈ യാത്ര ആരംഭിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ജീവിതത്തിലൂടെ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. വൻ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കപ്പുറം, നമ്മുടെ ചിന്തകൾക്കപ്പുറം, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം ക്രിസ്തു നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഒരനുഭവം ഉണ്ടാവും. നമുക്ക് അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, കർത്താവേ, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനും പുതിയ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാനും എന്നെ സഹായിക്കണേ. അതിനാവശ്യമായ കൃപ തന്ന് എന്നെ ബലപ്പെടുത്തണമേ. തീരുമാനങ്ങളെടുക്കുമ്പോൾ വ്യക്തമായ തീരുമാനങ്ങളെടുക്കാനും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അത് പൂർത്തീകരിക്കുവാനും ആവശ്യമായ ആത്മബലം തന്ന് എന്നെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.